നമുക്ക് പോർക്ക് വിന്താലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പോർച്ചുഗീസ് ഡിഷാണിത്. ഇത് ഗോവക്കാരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കറിയും കൂടിയിട്ടാണിത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ആ പോർക്ക് എടുക്കുമ്പോൾ കുറച്ച് ഫാറ്റുള്ള പോർക്ക് വേണം നമ്മൾ വിന്താല് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ പോർക്ക് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഈ സെയിം ഡിഷ് തന്നെ നമുക്ക് ബീഫിലോ അല്ലെങ്കിൽ മട്ടനിലോ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ പോർക്ക് എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ പോർക്കിൽ നമ്മൾ ഒരു 4 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോർക്ക് വിന്താലും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് വലിയ പീസ് കറുകപ്പട്ട, ഒരു 10 കറിയാമ്പൂ, ഒരു 4 ഏലക്കായ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പെരിഞ്ജീരകം അല്ല എടുത്തേക്കുന്നത്, നല്ല ജീരകമാണ് എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ ഉണക്കമുളക്. ഞാനിവിടെ എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്, എരിവില്ലാത്ത മുളക് എടുത്തിട്ടുണ്ട്. ഈ എരിവില്ലാത്ത മുളകിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് എടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആ മുളക് കിട്ടാത്തതാണ് ഞാൻ ഈ മുളക് ഇവിടെ എടുത്തേക്കുന്നത്. കാരണം കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും. ശരിക്കും വിന്താലും നല്ല റെഡ് കളറായിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ വിനീഗറാണ്. ഞാനിവിടെ റൈസിൻ്റെ വിനീഗറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 5 ടേബിൾ സ്പൂൺ ഫെനിയാണ്. ശരിക്കും ട്രഡീഷണലായിട്ട് പോർക്ക് വിന്താല് വെക്കുമ്പോൾ ഫെനി ഒഴിച്ചിട്ടാണ് വെക്കുക. ഇനിയിപ്പോൾ ഫെനിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് വൈൻ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം എമൗണ്ടിൽ തന്നെ നമുക്ക് കോക്കനട്ട് മിൽക്കും ചേർക്കാം ഈ ഫെനിക്ക് പകരമായിട്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് കറി വെക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ടാണ് നമ്മൾ പിന്നെ പോർക്ക് നമ്മൾ അതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫെനിയും വിനീഗറും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മസാലകളെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഇടാം. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഫെനി ചേർക്കാം, വിനീഗർ ചേർക്കുക. നമുക്ക് ആദ്യം തന്നെ അരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ട് ശരിക്കും അരഞ്ഞിട്ടില്ല, ഞാനത് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പോർക്കിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോർക്കിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട, നമുക്ക് പുറത്ത് തന്നെ നമുക്കിത് വെക്കാം. വെച്ചിട്ട് ഇനി നമുക്ക് പോർക്ക് വിന്താലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അത് നല്ല ഫാറ്റുള്ള പോർക്കാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണയിലേക്ക് നമുക്ക് സവോള ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് പോർക്ക് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് ഇളക്കിയാൽ മതി. നമുക്കിത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് പോർക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് പോർക്ക് വേവിക്കാം. ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഇത് ടൈം എടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വിന്താലുവിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. അത് ഈ അരപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് പതുക്കെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം. നല്ല വേവുള്ള ബീഫാണെങ്കിൽ നമ്മൾ കുക്കറിലിട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഈ മസാലയിൽ ഇട്ട് തന്നെ നമ്മൾ വേവിക്കണം. നമുക്കത് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി നമുക്കൊന്ന് ഇളക്കിയിടാം.
ഇതിലേക്ക് നമുക്ക് ഈ പോർക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നമ്മുടെ പോർക്ക് വിന്താല് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. നമുക്ക് ഈ പോർക്ക് വിന്താല് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കറി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് അപ്പം നമ്മുടെ കറി ഒരു 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താല് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയ്ക്ക് ഒരുവിധം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്.